രാമായണം 3 രാജ്യങ്ങളുടെയും കൂടെ കഥയാണ്. ആദ്യം നടക്കുന്നത് അയോധ്യയിലാണ്. അയോധ്യയിൽ ശ്രീരാമൻ മൂത്തപുത്രൻ ദശരഥ മഹാരാജാവ് യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ തീരുമാനിക്കുന്നു. അത് നടക്കുന്നില്ല. പകരം വനത്തിന് പോകാൻ വിധിക്കപ്പെട്ടു. പിന്നെ അടുത്ത ഊഴം അനുജൻ ഭരതൻ്റേതാണ്. ഭരതൻ രാജാവാകണമെന്നും ഒരു തീരുമാനം. പക്ഷേ ഭരതൻ ആവുകയില്ല. കാരണം ഭരതൻ്റെ നിലപാട് ഇത് ജ്യേഷ്ഠൻ അവകാശപ്പെട്ടതാണ്, അതുകൊണ്ട് ജ്യേഷ്ഠൻ തന്നെ ഭരിക്കണം. ജ്യേഷ്ഠൻ പറയുന്നു, ഞാൻ അച്ഛന് വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അതെനിക്ക് പാലിക്കണം, അതുകൊണ്ട് നീ ഭരിക്കണം. അവസാനം ഒരു കൺസെൻസസ് ഫോർമുല എന്നുള്ള നിലയിൽ ശ്രീരാമന് വേണ്ടി അനിയൻ ഭരതൻ രാജ്യം ഭരിക്കുക. സിംഹാസനത്തിൽ ജ്യേഷ്ഠൻ്റെ പാദുകവും വച്ച് അത് കൊട്ടാരത്തിൽ പോലും താമസിക്കാതെ ജ്യേഷ്ഠൻ വനത്തിൽ താമസിക്കുന്ന പോലെ തന്നെ ജടാവൽക്കലങ്ങളൊക്കെ പൂണ്ട് നന്ദിഗ്രാമം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇരുന്ന് അയോധ്യയുടെ ഭരണം നടത്തുന്നു. ഇനി രണ്ടാമത് നമ്മുടെ കിഷ്കിന്ധയാണ്. അവിടെ 2 സഹോദരന്മാർ, ബാലിയും സുഗ്രീവനും. ഇവർ തമ്മിൽ തെറ്റിദ്ധാരണ മൂലം വലിയ ശത്രുതയുണ്ടാകുന്നു. ബാലിയാണ് രാജാവ്. ബാലിയെ നിഷ്കാസിതനാക്കാൻ വേണ്ടിയിട്ട് പുറത്തൊരാളുടെ, അതായത് ശ്രീരാമൻ്റെ സേവ പിടിച്ച് ശ്രീരാമനുമായിട്ട് സഖ്യം ചെയ്ത് എന്തായാലും ശരി ശ്രീരാമൻ ബാലിയെ വധിക്കുന്നു. അങ്ങനെ സുഗ്രീവൻ അവിടുത്തെ രാജാവാകുന്നു. അതുമാത്രമോ, ജ്യേഷ്ഠൻ്റെ ഭാര്യയായിരിക്കുന്ന താരയെ കൂടി സ്വന്തം ഭാര്യയാക്കുന്നു. ഇനി അടുത്തത് നമ്മളുടെ ലങ്കയാണ്. ലങ്കയിൽ രാജാവ് രാവണൻ, 2 സഹോദരന്മാരുണ്ട്. രാവണൻ ചെയ്ത അധർമ്മ പ്രവൃത്തി, അതായത് സീതയെ രാമൻ്റെ ഭാര്യ സീതയെ കട്ടുകൊണ്ടു പോകുന്നു. 2 അനുജന്മാരും ഇത് അധർമ്മമാണ്, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. പക്ഷേ ഒരിക്കലും രാവണൻ അനുകൂലിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുംഭകർണൻ പറയുന്നു, തെറ്റാണ് ചെയ്തത്, പക്ഷേ എങ്കിലും ഞാൻ ജ്യേഷ്ഠൻ്റെ കൂടെ തന്നെ നിൽക്കും എന്ന് പറയുന്നു. ഇളയ അനിയൻ വിഭീഷണൻ പറയുന്നു, ഈ അധർമ്മത്തിന് ഒരിക്കലും ഞാൻ കൂട്ടു നൽകില്ല, ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ശ്രീരാമൻ്റെ കൂടെ പോകുന്നു. യുദ്ധം വന്നപ്പോൾ എല്ലാ വിധത്തിലും ശ്രീരാമനെ സഹായിച്ചു. അതായത് ലങ്കയുടെ തന്ത്രത്തെയും ലങ്കയുടെ യുദ്ധതന്ത്രത്തെയും സകല കാര്യങ്ങളെയും ശ്രീരാമന് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ശ്രീരാമൻ രാവണനെ വധിക്കുന്നു. അതിനുശേഷം വിഭീഷണൻ രാജാവാകുന്നു. ഈ രാജ്യ അവകാശം സ്ഥാപിച്ചതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ ഈ 3 രാജ്യത്തിൻ്റെ സംസ്കാരവും പൈതൃകവും.